കനത്ത മഴയിൽ തിരുവനന്തപുരം നഗരത്തിൽ മരം കടപുഴകി പ്രസ് ക്ലബിന് അടുത്ത് വീണ മരം ഫയർഫോഴ്സ് ഇപ്പോൾ മുറിച്ചു മാറ്റുകയാണ്. ആർ ശ്രീജിത്ത് ചേരുന്നു വിവരങ്ങളുമായി. പറയൂ ശ്രീജിത്ത്. SKN തിരുവനന്തപുരം പ്രസ് ക്ലബിൻ്റെ മുന്നിലുള്ള ഒരു മരമാണ് ഇന്നലെ രാത്രി ഉണ്ടായ കനത്ത മഴയിലും കാറ്റിലും കടപുഴകി വീണത്. ഇത് സെൻട്രൽ സ്റ്റേഡിയത്തിൻ്റെ മതിലിനോട് ചേർന്ന് നിൽക്കുന്ന മരമാണ്. ഈ മരം കടപുഴകി പ്രസ് ക്ലബിൻ്റെ കെട്ടിടത്തിലേക്ക് ചാഞ്ഞു നിൽക്കുകയാണ്. ഇപ്പോൾ മരത്തിൻ്റെ പ്രധാന ഭാഗം ഫയർഫോഴ്സ് മുറിച്ച് റോഡിലേക്ക് ഇട്ടു. എന്നാൽ ഇനിയും ഈ കെട്ടിടത്തിലേക്ക് വീണ് കിടക്കുന്ന മരത്തിൻ്റെ ശാഖകൾ മുറിച്ചു മാറ്റേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ പ്രസ് ക്ലബിൻ്റെ പുറകിൽ കൂടി സെക്രട്ടേറിയറ്റിലേക്ക് പോകുന്ന പ്രധാന പാതയിലെ ഗതാഗതം പൂർണ്ണമായി സ്തംഭിച്ചിരിക്കുകയാണ്. മരം കടപുഴകി റോഡിന് കുറുകെയാണ് വീണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതുവഴിയുള്ള വാഹന ഗതാഗതം പൂർണ്ണമായും തടഞ്ഞിരിക്കുന്നു. ഇതുവഴി സെക്രട്ടേറിയറ്റിലേക്ക് മറ്റും പോകുന്ന വാഹനങ്ങൾ മറ്റു വഴിയിലൂടെയാണ് ഈ സ്പോർട്സ് കൗൺസിലിൻ്റെ ഗേറ്റ് വഴിയാണ് കടത്തിവിടുന്നത്. എന്തായാലും ഈ മരം ഇന്നലെ രാത്രി വീണു. ഇവിടുത്തെ വൈദ്യുതി ലൈനുകളുമെല്ലാം ഇതിൽ പൊട്ടി വീണിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തെ വൈദ്യുതി ബന്ധം താറുമാറായിരിക്കുന്നു ഇന്നലെ രാത്രി മുതൽ. ഈ 2000-ൽ ഈ മിലേനിയത്തിൻ്റെ ഭാഗമായി അന്നത്തെ സ്പീക്കർ M. വിജയകുമാർ അടക്കമുള്ള ആളുകളാണ് പ്രസ് ക്ലബിന് എതിർവശത്തുള്ള ഫുട്പാത്തിൽ ഇത്തരം മരങ്ങൾ വെച്ചത്. ആ മരങ്ങൾക്ക് ഇപ്പോൾ 25 കൊല്ലം പ്രായമായിരിക്കുന്നു. അതിൽ പലതിലും വേര് ഈ റോഡ് നിർമ്മാണത്തിൻ്റെ ഭാഗമായി മറ്റും മുറിച്ച് മാറ്റിയപ്പോൾ മേൽത്തട്ടിൽ മാത്രമാണ് ഈ മരം നിൽക്കുന്നത്. മാത്രമല്ല ഇതിൻ്റെ ശാഖകൾക്ക് വലിയ തോതിൽ ഇലച്ചിലിൻ്റെ ഭാരവുമുണ്ട്. അങ്ങനെ ഇലഭാരം കൂടി ഈ മരം കടപിടി നിൽക്കുകയാണ്. ഇതുകൂടാതെ മറ്റു ചില മരങ്ങളും ഇപ്പോഴും റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുകയാണ്. ഇതും മഴക്കാലത്തിന് മുമ്പ് മുറിച്ചു മാറ്റിയില്ലെങ്കിൽ അപകട ഭീഷണിയാണ് എന്ന കാര്യം നഗരസഭാ അധികൃതരെ ആളുകൾ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ